Hi dears, welcome back to my channel. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി കുബൂസ് ആണ്. ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഷവർമ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നതും ഈ കുബൂസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈസ്റ്റ് ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ വെക്കുകയാണ്. അതിനായിട്ട് ചെറിയൊരു ബൗൾ എടുത്തിട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുകയാണ് ഞാൻ. നമ്മൾ എടുക്കുന്ന മൈദയുടെ അളവനുസരിച്ച് വേണം ഈസ്റ്റ് എടുക്കാനായിട്ട്. 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇടാം. പിന്നെ ചെറു ചൂടുവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അരമണിക്കൂർ മാറ്റി വയ്ക്കണം. എന്നാലേ അത് നന്നായി പൊങ്ങി വരുള്ളൂ. ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുത്തിട്ട് ആവശ്യമായ മൈദാപ്പൊടി എടുക്കാം. ഞാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ടാവും. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഫെർമെന്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റ് ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് കുഴച്ചെടുക്കാം. പച്ചവെള്ളമാണ് എടുക്കേണ്ടത്. നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല ഫോഴ്സിൽ കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിലും ഇത്തിരി ലൂസ് വേണം. ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഇളക്കിയെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലർ ഒലിവ് ഓയിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കുബൂസിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി ഒരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 6-7 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കുറച്ചൊന്ന് പൊങ്ങി വരികയും ചെയ്യും. ആ സമയം നമ്മൾ ബൗളിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള കുബൂസാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉരുളകളാക്കി മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള 8 ബോൾസ് ആക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള കുബൂസ് വേണമെന്നുണ്ടെങ്കിൽ 7 ബോൾസ് ആക്കിയാലും മതി. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. പിന്നെ അധികം നൈസ് ആവരുത്. കുറച്ച് കട്ടിയിൽ പരത്താൻ ശ്രദ്ധിക്കണം. ഇതുപോലെ എല്ലാം പരത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു തവ വെച്ചിട്ട് ഇതെല്ലാം ചുട്ടെടുക്കാം.
ഇതുപോലെ ഒരു തവയോ ഫ്രൈങ് പാനോ എന്ത് വേണേലും എടുക്കാം. തവ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം മീഡിയം ആക്കുക. ഇനി പരത്തി വെച്ചതിൽ ഒരു കുബൂസ് എടുത്ത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ആദ്യം 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങും. ബബിൾസ് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇത് വീർത്ത് വരും. പിന്നെ നമുക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള കുബൂസും നമുക്കൊന്ന് ചുട്ടെടുക്കാം. എല്ലാ കുബൂസും ഞാനിപ്പോൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏത് കറിയുടെ കൂടെ വേണേലും നമുക്ക് കഴിക്കാവുന്നതാണ്. കടകളിൽ നിന്ന് വാങ്ങുന്ന കുബൂസിലും എന്തുകൊണ്ടും ടേസ്റ്റിയും ഹെൽത്തിയുമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.